ുള്ളിൽ നടന്ന ബോംബാക്രമണത്തിന്റെ തീവ്രത പങ്കുവയ്ക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി യുവതി. സിസ്റ്റർ സോണിയ കെ ചാക്കോ DC-യാണ് യുവതിയുടെ അനുഭവം മലയാളത്തിൽ പങ്കുവച്ചത്. യുവതിയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. ശരീരഭാഗങ്ങൾ പള്ളിക്കുള്ളിൽ പറക്കുന്നത് ഞാൻ കണ്ടു. ശരീരഭാഗങ്ങൾ വായുവിൽ പറക്കുന്നു. എന്റെ ഭർത്താവും സഹോദരനും അവരിലുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് പള്ളിയുടെ മുന്നിൽ വീണു. അവന്റെ മുകൾ ഭാഗം കാണാമായിരുന്നു. അവന്റെ കരളും വയറും എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്റെ സ്വന്തം കണ്ണുകളാൽ ഞാൻ അവനെ കണ്ടു. അവന്റെ സഹോദരന്റെ ശരീരത്തിന്റെ താഴത്തെ പകുതിയും ഞാൻ കണ്ടു. അവന്റെ ഷർട്ടിന്റെ ഒരു ഭാഗവും. 2 സഹോദരന്മാരും പരസ്പരം അടുത്തിരുന്നു. ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും. അതാണ് ഞാൻ കണ്ടത്. എല്ലാവരും ഞങ്ങളോട് പുറത്തു കടക്കുവാൻ ആക്രോശിച്ചു. അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു തീവ്രവാദി സ്വയം പൊട്ടിത്തെറിക്കുവാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ കുട്ടികളെ തിരയുകയായിരുന്നു. അവർ ചെറിയ കുട്ടികളായിരുന്നു. എന്റെ ഭർത്താവിന്റെ സഹോദരന്റെ മകൾ രക്തത്തിൽ കുളിച്ചിരുന്നു. അവളുടെ തല വീർത്തിരുന്നു. അവൾക്കിപ്പോൾ കാണാൻ കഴിയില്ല. അവളിപ്പോൾ ശസ്ത്രക്രിയയിലാണ്. മാർ ഏലിയാസ് പള്ളിയിലെ ഭീകരത ഒരു സിറിയൻ ക്രിസ്ത്യൻ സ്ത്രീ വിവരിക്കുന്നു. അവിടെ അവരുടെ ഭർത്താവും സഹോദരനും ഒരു ചാവേർ ബോംബറെ തടയുവാൻ ശ്രമിച്ച് ജീവൻ നൽകിയിരിക്കുന്നു. അവരുടെ കുടുംബത്തിലെ 7 അംഗങ്ങൾ കൊല്ലപ്പെട്ടു. അവരുടെ വാക്കുകൾ സഹിക്കാനാവുന്നില്ല. അത്രമാത്രം വേദനാജനകവും സത്യവുമാണ്. ഞങ്ങൾ എപ്പോഴും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിച്ച ആളുകളാണ്. ഞങ്ങൾ ആരെയും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, അഭിമാനികളാണ്. എൻ്റെ ഭർത്താവും സഹോദരനും രക്തസാക്ഷികളായി. പള്ളിയിൽ പൊട്ടിത്തെറിച്ച ആ വൃത്തികെട്ട നായയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ അവർ സ്വയം ത്യാഗം ചെയ്തു. ലബനനിൽ മരിച്ച എൻ്റെ അമ്മായിക്ക് വേണ്ടി ഞങ്ങൾ വിശുദ്ധ കുർബാന ആഘോഷിക്കുകയായിരുന്നു. പുറത്തുനിന്ന് സെന്റ് ഏലിയാസ് പള്ളിയുടെ ജനാലകളിൽ വെടിവെപ്പുണ്ടായപ്പോൾ ആളുകൾ അകത്തുണ്ടായിരുന്നു. ഞങ്ങൾ നിലത്തു വീണു. അൾത്താരയിലേക്കുള്ള പടിക്കടുത്ത് ഒത്തുകൂടി. എന്റെ ഭർത്താവ് ഗെറീസ് ബെഷാരയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ബൂട്ടോസ് ബെഷാരയും അങ്ങനെ തന്നെ. കൊലയാളി ഭീകരൻ വാതിലുകൾ തുറന്ന് അകത്തേക്ക് വന്നു. എന്റെ ഭർത്താവും സഹോദരനും അവനെ കണ്ടു. ആർക്കും പരിക്കേൽക്കാതിരിക്കുവാൻ അവർ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. തീവ്രവാദി ബോംബ് പുറത്തെടുത്ത് തുറന്നു. എന്റെ ഭർത്താവ് അത് അവന്റെ കൈകളിൽ നിന്ന് പിടിച്ചു വാങ്ങി. അയാൾ അവനെ ചവിട്ടി തറയിലേക്ക് തള്ളിയിട്ടു. പിന്നെ എന്റെ ഭർത്താവിന്റെ സഹോദരൻ അവന്റെ കാലുകളിൽ പിടിച്ച് വീണ്ടും താഴേക്കെറിഞ്ഞു. തീവ്രവാദി ബെൽറ്റൂരി. അപ്പോഴാണ് വലിയ സ്ഫോടനമുണ്ടായത്. എനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഭർത്താവിന്റെ സഹോദരൻ ഏലിയാസിന്റെ കാലിൽ വെടിയേറ്റു. അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തി. ബ്രൂട്ടോസും ഗീരീസും ആളുകളെ രക്ഷിക്കുവാൻ ശ്രമിച്ചു. അവർ പള്ളിയിൽ രക്തസാക്ഷികളായി. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അബ്ദുള്ളയും രക്തസാക്ഷിയായി. ഡോക്ടർ നയീം കൗസയും അങ്ങനെ തന്നെ. കസിൻസായ സുലൈമാൻ, നബിൽ, ബച്ചാര എന്നിവരും രക്തസാക്ഷികളായി. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ വാക്കുകൾക്ക് അതീതമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ 7 പേർ മരിച്ചു. അഹമ്മദ് അൽ ഷറ നേരിട്ട് വന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാണെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ച് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം നടപടിയെടുക്കട്ടെ. മന്ത്രിമാർ അനുശോചനം അറിയിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. അവർ ആശുപത്രിയിൽ എൻ്റെ ബന്ധുക്കളെ സന്ദർശിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും അവരുടെ അവകാശങ്ങൾ നൽകുക എന്നതാണ് പ്രധാനം. എൻ്റെ ഭർത്താവ് പബ്ലിക് സൊസൈറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ ജനറൽ മാനേജറായിരുന്നു. സത്യസന്ധതയ്ക്കും വൃത്തിയുള്ള കൈകൾക്കും അദ്ദേഹം സിറിയയിലുടനീളം അറിയപ്പെട്ടിരുന്നു. അത് സത്യമല്ലായിരുന്നെങ്കിൽ അഹമ്മദ് അൽ ഷറ നിങ്ങൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിലനിർത്തുമായിരുന്നില്ല. നമ്മൾ എന്തായി തീർന്നിരിക്കുന്നുവോ അതിൽ ഞാൻ ദുഃഖിക്കുന്നു. പഴയ അവസ്ഥയിൽ ഞാൻ ഖേദിക്കുന്നു. പുതിയത് എന്നെ തകർത്തു. അപ്പോൾ പള്ളിയിൽ പിന്നെ എന്താണ് സംഭവിച്ചത്? പള്ളിയിൽ ഞങ്ങളുടെ തിരച്ചിൽ പൂർത്തിയാക്കി അവർ രക്തസാക്ഷികളായെന്ന് സ്ഥിരീകരിച്ച ശേഷം ഞങ്ങൾ അറിയാവുന്ന എല്ലാവരെയും അന്വേഷിച്ചു. കുർബാനയിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും. ഞാൻ ആളുകളോട് പറഞ്ഞു, ദയവായി എനിക്ക് കാറിന്റെ താക്കോൽ വേണം. ഈ കാർ സംസ്ഥാനത്തിൻ്റെതാണ്. എനിക്കത് തിരികെ നൽകണം. അവർ പറഞ്ഞു, ഇത് ശരിയായ സമയമല്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുമ്പ് ഇവിടെ നിൽക്കുവാൻ ശരിയായ സമയമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അവരിൽ ഒരാൾ എന്നെ നോക്കി മുഖം ചുളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു രക്തസാക്ഷിയാണ്. അദ്ദേഹം തൻ്റെ സഭയെയും ജനങ്ങളെയും പ്രതിരോധിച്ചു. ഞാൻ എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നടക്കും. എന്നെ പുച്ഛത്തോടെ കാണുന്ന ആർക്കും അവരുടെ യഥാർത്ഥ മൂല്യം ഞാൻ കാണിച്ചു കൊടുക്കും. അവർ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷികളാണ്. ഞങ്ങൾ ആശുപത്രിയിൽ പോയി. മുജ്ദേഹ് ആശുപത്രി ഞങ്ങളോട് സഹകരിച്ചതിൽ ഞാൻ ശരിക്കും നന്ദിയുള്ളവനാണ്. നാളെ അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കാണുവാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ടാകും. എൻ്റെ ഭർത്താവ് ഗെറീസ് ബെഷാര
സഹോദരൻ ബ്രൂട്ടോസ്. അവർ വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ രാവിലെ 8 മണിക്ക് അവിടെ ഉണ്ടാകും. മരിച്ചുപോയ എല്ലാവരും സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. പരിക്കേറ്റവർ പൂർണ്ണമായും സുഖം പ്രാപിക്കട്ടെ എന്ന വാക്കുകളോടെയാണ് യുവതി തന്റെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവം പങ്കുവച്ചത്.